PV അൻവർ തീർച്ചയായിട്ടും കുറച്ചുകൂടി സംയമനം പാലിക്കണം. അദ്ദേഹം കുറച്ചുകൂടി ഒരു അനുസരണയില്ല. ഒരു ഘടകകക്ഷിയായിട്ടൊക്കെ പ്രവർത്തിക്കുമ്പോൾ ആ രൂപത്തിലുള്ള ചില മാന്യതയോടുകൂടി അദ്ദേഹം പോകണമെന്നാണ് എനിക്ക് വിനീതനായിട്ട് പറയാനുള്ളത്. പിന്നെ അദ്ദേഹത്തെ മുന്നണിയിലേക്ക് എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ തവണ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞതാണ്. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ചർച്ചകൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ഞാൻ എന്തെങ്കിലും പറയാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവസര സേവകന്മാരുടെ ഒരവസാനത്തെ അഭയകേന്ദ്രമായിട്ട് ഐക്യജനാധിപത്യ കക്ഷി മാറുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പോകാൻ സാധിക്കുന്ന തരത്തിൽ നമ്മുടെ നയം, പരിപാടി, നിലപാടുകൾ അതിനെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്ന കക്ഷികളുമായിട്ട് മാത്രമേ ബന്ധപ്പെട്ട് പോകാൻ നമുക്ക് പാടുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ചർച്ചകൾ പൂർത്തിയായിട്ടൊന്നുമില്ല. മുന്നണി സംവിധാനത്തെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും ഐക്യ ജനാധിപത്യ കക്ഷിയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ തന്നെ ആശയാദർശങ്ങളുമായിട്ട് ഒത്തുപോകുന്ന പ്രസ്ഥാനങ്ങളുമായിട്ട് മാത്രമേ ഒരു മുന്നണി ബന്ധത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ഉറച്ച അഭിപ്രായം. പിന്നെ എല്ലാവരെയും ഈ മുന്നണിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് പ്രയാസമുണ്ട്. എല്ലാവർക്കും MLA സ്ഥാനം വേണമെന്ന് പറഞ്ഞാൽ അതും അംഗീകരിക്കാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഒരു വഴിയമ്പലമായിട്ട് ഐക്യ ജനാധിപത്യ കക്ഷിയെ നോക്കിക്കാണാൻ സാധ്യമല്ല. ഘടകകക്ഷികളുമായിട്ട് ആലോചിച്ചുകൊണ്ട് സുചിന്തിതമായി എടുക്കേണ്ട തീരുമാനമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന ചർച്ച തുടങ്ങിയിട്ടുള്ളൂ, ചർച്ച അവസാനിച്ചിട്ടില്ല എന്ന കാര്യം. പക്ഷേ എല്ലാവരെയും ഒന്നിച്ചണിനിർത്തിക്കൊണ്ട് പോവുക കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ആ അനിവാര്യത കണ്ടുകൊണ്ട് തന്നെ കോൺഗ്രസ് തീർച്ചയായിട്ടും ഉചിതമായ തീരുമാനം യഥാസമയത്തെടുക്കും. അദ്ദേഹം മറ്റൊരു പാർട്ടിക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിന് വെട്ടിത്തുറന്ന് പറയാം. പക്ഷേ ഐക്യ ജനാധിപത്യ കക്ഷിയിലൊക്കെ തന്നെ വരുമ്പോൾ അതിനൊക്കെ തന്നെ ഒരു സംയമനം വേണം. ഒരു പാർട്ടി മര്യാദയും അച്ചടക്കമൊക്കെ ഉണ്ട്. അച്ചടക്കം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോകണമെന്ന് മാത്രമാണ് ഞാൻ അർത്ഥമാക്കിയിട്ടുള്ളത്. എനിക്ക് ആ പാർട്ടിയെക്കുറിച്ച് അറിയ പോലുമില്ല. ആരാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്ന കാര്യമൊന്നും എനിക്കറിയില്ല. CK ജാനുവിനെക്കുറിച്ച് അറിയാം. CK ജാനുവിന് എത്രയോ വർഷങ്ങളായിട്ട് എനിക്കറിയാം. 1984 മുതൽ ജാനുവിന് എനിക്കറിയാം. ജാനുവിനുള്ള ജനസമ്മതി എനിക്കറിയാം. ജാനുവിന് അവിടുത്തെ ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിലൊക്കെ നല്ല സ്വാധീനത്തെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ജാനുവിൻ്റെ ഒരു പെർസെപ്ഷൻ ഉണ്ട്, കാഴ്ചപ്പാടുണ്ട്. അതിലൊന്നും സംശയമില്ല. അവശ്യ ദുർബല ജനവിഭാഗത്തിന് വേണ്ടി എന്നും പോരാട്ടിയിട്ടുള്ള ഒരു പോരാളിയാണ് ജാനു എന്ന കാര്യത്തിൽ സംശയമില്ല. അല്ല, അഭിപ്രായം അത് തേടേണ്ട സമയത്ത് തേടുമല്ലോ, അല്ലാതിരിക്കില്ലല്ലോ. അല്ലാതെ അവർക്കൊരു ഫൈനലായിട്ടുള്ള തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, അൻവറിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും വൈരാഗ്യമുള്ള ആളല്ല ഞാൻ. അൻവറിൻ്റെ പിതാവിനെ എനിക്കറിയാം. അൻവറും തുടക്കത്തിൽ ഞങ്ങളുടെ KSUവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ തന്നെ മലപ്പുറം ജില്ലയിലെ നേതാവായിട്ട് വളർന്ന ആളാണ്. അതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ അൻവർ അല്പം സംയമനം പാലിക്കണം. എവിടെയായാലും മുന്നണിയാകട്ടെ പാർട്ടിയാകട്ടെ ആ അച്ചടക്കത്തിൻ്റെ വിരുദ്ധമായിട്ട് സംസാരിക്കുക, പരസ്യ പ്രസ്താവന നടത്തുന്നത് ഗുണകരമല്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ അതല്ല എൻ്റെ അർത്ഥം. തലവേദനയുടെ പ്രശ്നമല്ലത്. അത് ഈ പാർട്ടിയുടെ ഈ പറഞ്ഞിരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി സംവിധാനത്തിൻ്റെ കെട്ടുറപ്പിൻ്റെ പ്രശ്നമാണത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.